വെൽക്കം ടു ജോലിസ് കുലീന. ഇന്ന് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വാഷിംഗ് പൗഡറാണ് ഞാൻ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ വാഷിംഗ് പൗഡറിൻ്റെ കിറ്റിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ടത് റാണിപ്പാലാണ്. ഇത് സ്ലറിയാണ്. വാഷിംഗ് പൗഡറിന് മണം കൊടുക്കുന്ന പെർഫ്യൂം. പിന്നെ കിറ്റിലുള്ളത് കളർ ഗാർഡാണ്. ഇത് കളർ ഗാർഡാണ്. ഇതിപ്പോൾ ഈ കവറിൽ ഇരിക്കുന്നത് സോഡിയം ആഷിൻ്റെയും സോഡിയം സൾഫേറ്റിൻ്റെ ഉപ്പിൻ്റെയും മിശ്രിതമാണ്. ഇത് മൂന്നും കൂടെ ഒരുമിച്ചുള്ളൊരു മിശ്രിതമാണ്. ചില കിറ്റുകളിൽ ഇത് മൂന്നും സെപ്പറേറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ വാഷിംഗ് പൗഡർ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഒരു വലിയ വിസ്താരമുള്ളൊരു പാത്രത്തിൽ, ഞാൻ ഈ പ്ലാസ്റ്റിക് പാത്രമാണ് എടുത്തിരിക്കുന്നത്. നല്ല ഉണങ്ങിയ പാത്രമായിരിക്കണം. ഈ പാത്രത്തിലേക്ക് ഞാൻ ഈ മിശ്രിതം തട്ടിക്കൊടുക്കുകയാണ്. സോഡ ആഷിൻ്റെയും സോഡിയം സൾഫേറ്റിൻ്റെയും ഉപ്പിൻ്റെയും മിശ്രിതമാണ് ഇപ്പോൾ ഇതിലേക്ക് തട്ടുന്നത്. നമുക്ക് ചെറിയൊരു വടിയുടെയും കൂടെ ആവശ്യമുണ്ട് ഇതിൽ. ഈ വടി ഉപയോഗിച്ച് തന്നെ ഈ മിശ്രിതം പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും ആകത്തക്ക രീതിയിലൊന്ന് പരത്തിയിടാം. പ്ലാസ്റ്റിക് ബേസിൽ തന്നെ വേണമെന്നില്ല. ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചിട്ട് അതിൽ വേണമെങ്കിൽ നമുക്ക് ഈ വാഷിംഗ് പൗഡർ നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതിലേക്ക് ഈ സ്ലറി ഒഴിക്കാനായിട്ട് പോവുകയാണ്. അലർജി ഉള്ളവരാണെങ്കിൽ മാസ്ക് ഉപയോഗിക്കണം. ഇതിൻ്റെ പൊടി കൊണ്ട് ചിലപ്പോൾ അലർജി വരാൻ ചാൻസ് ഉണ്ട്. സ്ലറി ഈ ബേസിൻ്റെ എല്ലാ ഭാഗത്തും ആകത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരിക്കലും സ്ലറി ഒഴിച്ചതിന് ശേഷം കൈകൊണ്ടിത് മിക്സ് ചെയ്യരുത്. ഒരു ചെറിയ വടി എടുത്ത് വെച്ചിരിക്കണം. തടി കൊണ്ടുള്ളൊരു വടി മതി. ഇത് നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. സ്ലറി ഈ മിശ്രിതത്തിൻ്റെ എല്ലാ ഭാഗത്തും ആകത്തക്ക രീതിയിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം, ഇത് ഈ മിശ്രിതം ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. ഇതിൻ്റെ കെമിക്കൽ റിയാക്ഷൻ കാരണം ഇത് നന്നായിട്ടൊന്ന് പൊങ്ങി വരുന്നുണ്ട്. എല്ലാ ഭാഗത്തും ആകത്തക്ക രീതിയിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. വാഷിംഗ് പൗഡർ ചെയ്തെടുക്കാനായിട്ട് ഏകദേശം 1 മണിക്കൂർ മതി. എല്ലാം കൂടെ 1 മണിക്കൂറിനുള്ളിൽ നമുക്ക് വാഷിംഗ് പൗഡർ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ സ്വന്തമായിട്ട് ഇങ്ങനെ വാഷിംഗ് പൗഡർ ചെയ്തെടുക്കുമ്പോൾ ഉള്ളൊരു സന്തോഷവും ഒരു അഭിമാനവും ഒക്കെ ഉണ്ടല്ലേ. പിന്നെ ആണെങ്കിൽ വിലയും കുറവാണ്. 5 കിലോ നമുക്ക് 300 രൂപയ്ക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ പുറത്ത് കടകളിൽ നിന്ന് മേടിക്കുന്ന അതേ വാഷിംഗ് പൗഡറിൻ്റെ ഗുണം തന്നെയായിരിക്കും ഇതിന്. വാഷിംഗ് മെഷീനിലും ഈ പൗഡർ തന്നെ ഉപയോഗിച്ച് നമുക്ക് തുണി കഴുകാനായിട്ട് സാധിക്കും. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചേക്കാം. ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞു. ഇനിയിപ്പം നമുക്ക് കൈ കൊണ്ട് വേണം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കേണ്ടത്. അതുകൊണ്ട് ഗ്ലൗസ് ഉപയോഗിക്കണം. ഗ്ലൗസ് ഉപയോഗിക്കുന്ന നിർബന്ധമാണ്. ചിലർക്ക് അലർജി ഉണ്ടാവും. അതുകൊണ്ട് ഗ്ലൗസ് ഉപയോഗിച്ചാൽ ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവാക്കാം. ഇനി നന്നായിട്ട് കൈകൊണ്ടത് ഈ മിശ്രിതം നന്നായിട്ട് ഈ കട്ടയൊക്കെ ഉണ്ടല്ലോ, ഈ കട്ടയൊക്കെ ഒന്ന് മാറ്റി നല്ല പൊടിയാക്കി എടുക്കണം. വാഷിംഗ് പൗഡർ ഉണ്ടാക്കുമ്പോൾ ഉള്ള ചെറിയൊരു ബുദ്ധിമുട്ടാണ് ഈ കട്ടകളൊക്കെ നമുക്ക് നന്നായിട്ട് കൈവിരലുകൾ കൊണ്ട് പൊടിച്ച് മാറ്റണം. ഒരിക്കലും നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു 5-6 മാസത്തേക്ക് നമ്മൾ വാഷിംഗ് പൗഡർ പുറത്തുനിന്ന് മേടിക്കേണ്ട ആവശ്യമേ വരുന്നില്ല. നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ള വാഷിംഗ് പൗഡർ ഇതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും.
ഇനിയിപ്പോൾ കുറച്ച് സാധനങ്ങളും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്യാനുണ്ട്. യെല്ലോ പൗഡറുണ്ട്, അടുത്തതായിട്ട് കളർ ഗാർഡും കട്ട് ചെയ്തതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തായിട്ട് ഒഴിക്കേണ്ടത് റാണിപ്പാലാണ്. റാണിപ്പാലും ഈ ബേസിൻ്റെ എല്ലാ ഭാഗത്തും ആകത്തക്ക രീതിയിൽ ഒഴിച്ചു കൊടുക്കാം. കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ സൂക്ഷിക്കണം. ഈ കിറ്റ് മേടിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് എടുക്കാൻ പറ്റാത്ത ഭാഗത്ത് വേണം വയ്ക്കേണ്ടത്. ഈ സ്ലറിയൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങളതൊന്നും എടുക്കാനായിട്ട് വഴിയുണ്ടാക്കരുത്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരു 25 മിനിറ്റ് കൂടുതലെങ്കിൽ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്ത് ഈ പൊടികളൊക്കെ ഇതിൻ്റെ എല്ലാ ഭാഗത്തും ആകത്തക്ക രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ കട്ടകളൊക്കെ കൈകൊണ്ട് തന്നെ പൊടിച്ച് മാറ്റണം. ഇനിയിപ്പോൾ പെർഫ്യൂം ഒഴിച്ചു കൊടുക്കാം. പലരും ചെയ്യുന്നത് പല രീതിയിലാണ്. പെർഫ്യൂം ആദ്യമേ ഒഴിക്കുന്നവരുണ്ട്. ഇതിപ്പോൾ ഞാൻ അവസാനം എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം അവസാനമാണ് പെർഫ്യൂം ഒഴിക്കുന്നത്. പെർഫ്യൂമിൻ്റെ മണം വളരെ നന്നായിട്ട് തന്നെ വരുന്നുണ്ട്. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കില്ലേ, അങ്ങനെ ഒരു വാഷിംഗ് പൗഡറിൻ്റെ അതേ മണം വരുന്നുണ്ട്. പെർഫ്യൂം ഇതിൻ്റെ എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. കട്ടകളൊക്കെ നന്നായിട്ട് പൊടി മാറി നല്ല പൗഡർ പോലെ ആയി കിട്ടണം. പ്ലാസ്റ്റിക് ഷീറ്റിൽ വേണമെങ്കിലും ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. പ്ലാസ്റ്റിക് ഷീറ്റിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ സ്ലറിയൊക്കെ ഒഴിക്കുമ്പോഴേക്കും അത് ഒഴുകി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടു കൂടി വേണം പ്ലാസ്റ്റിക് ഷീറ്റിൽ ചെയ്യേണ്ടത്. ഈ ബേസിനാവുമ്പോൾ അങ്ങനെ ഒഴുകി പുറത്തേക്ക് പോകുന്നുള്ളൊരു പേടിയില്ലാതെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഈ കിറ്റ് മേടിക്കുമ്പോഴേക്കും കുട്ടികളുള്ള വീടാണെങ്കിൽ വളരെ ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങളിതൊന്നും എടുക്കാതെ സൂക്ഷിക്കേണ്ടതുണ്ട്. ഇതിപ്പോൾ വാഷിംഗ് പൗഡർ ചെയ്യുന്നതിൻ്റെ ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. കുറഞ്ഞത് ഒരു 25 മിനിറ്റെങ്കിലും നമ്മളിത് നന്നായിട്ട് ഇളക്കി അതിൻ്റെ കട്ടകളൊക്കെ മാറ്റി എടുക്കേണ്ടതുണ്ട്. ഏകദേശം ഒരു 30 മിനിറ്റോളം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത വാഷിംഗ് പൗഡറാണിത്. കട്ടകളൊക്കെ മാറി ഇപ്പോൾ ശരിക്കും വാഷിംഗ് പൗഡർ ആയിട്ടുണ്ട്. അപ്പോൾ ഈസി അല്ലേ? വാഷിംഗ് പൗഡർ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഓക്കെ, പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. താങ്ക് യു.